ഇതിൽ വളരെ കുറച്ച് ലോട്ടേ ഉണ്ടായുള്ളൂ. ഒരു ലോട്ടുമ്പോൾ 15,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡബിളാണ്. ട്രംപ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് ഇന്ത്യനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു വലിയ രീതിയിൽ ഒരു 5-6% വീണാൽ ഇപ്പൊ ഞാൻ ബിയറിഷ് വ്യൂ ആണ്. എൻ്റെ 90-80% പോർട്ട്ഫോളിയോ ഞാൻ ബുക്ക് ചെയ്ത് ഡെറ്റ് ഫണ്ടിലിട്ടിരിക്കുകയാണ്. എന്തിനാണ്? ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്തോ അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫിൻനിഫ്റ്റിയിൽ തകർപ്പൻ ട്രേഡ്സ് കിട്ടുമെന്നാണ് എൻ്റെ. നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇന്ത്യൻ മാർക്കറ്റ് ഭരിക്കുന്നത്? പുള്ളിയുടെ ഒരൊറ്റ ട്വീറ്റിൽ നമ്മുടെ മാർക്കറ്റ് 1% ഗ്യാപ് ഡൗണിലാണ് അല്ലെ ലാസ്റ്റ് വ്യാഴാഴ്ച ഓപ്പൺ ചെയ്തത്. ഇന്നലെ അതിനുശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ്നെസ് കാണിച്ചു. ഇന്ന് വീണ്ടും 24,500 കാര്യം നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഈ ബെയറിഷ്നെസ് എങ്കിലും നമ്മുടെ സ്റ്റോക്കൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിലും നമ്മുടെ മാർക്കറ്റ് താഴെ പോകുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമമാണ്. യാതൊരു വിഷമമില്ല. നീ പറഞ്ഞോളൂ സംഭവിച്ചു. എനിക്ക് താഴെ വരട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചാണ് ഞാൻ. കാരണം വാല്യുവേഷൻ കൂടുതലായതുകൊണ്ടല്ലേ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മളിങ്ങനെ ഓരോ റീസൺ ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. മാത്രമല്ല കഴിഞ്ഞ 3 പോഡ്കാസ്റ്റായിട്ട് ഞാൻ പറയുന്നു ട്രേഡ് ഡീലുകളൊന്നും ഉണ്ടാവില്ല, ട്രേഡ് ഡീലുകൾക്ക് ഇന്ത്യൻ നെഗോഷിയേഷന് പോകാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ രാജ്യത്തിനെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്താ ഡെഡ് സമ്പദ് വ്യവസ്ഥയാണ്, അത് ചത്ത സമ്പദ് വ്യവസ്ഥയെന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു ലോക നേതാവ്. മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ പൈസ ഏർപ്പെടുത്തും എന്ന് പറയാണ്. സോ ജയശങ്കർ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. റഷ്യ തരുന്ന പൈസക്ക് അമേരിക്ക തരുമെങ്കിൽ നമുക്ക് മേടിക്കാന്നേ. അതെ, അല്ലാതെ ഈ ഭീഷണി ആരോടാണ് ഒരു ഭീഷണിപ്പെടുത്തുന്നത്? അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഓവർ ഇതെന്ന് പറയുന്ന പോലെ തിങ്കൾ ചൊവ്വ ബുധൻ ചെറിയൊരു വ്യാഴാഴ്ച പക്ഷേ വ്യാഴാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റ് റാലി ചെയ്തത് അല്ലെ. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ കുറച്ചൊക്കെ കൺസോൾഡേറ്റ് ചെയ്യും ദെൻ താഴെ വീഴും. പക്ഷേ നമുക്കൊരു വ്യൂ ഉണ്ടായിരുന്നു, ഒരു മിറാക്കിൾ മൂവ്മെന്റ് മുകളിലോട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തു. ഞാൻ ഡേ ബ്രേക്ക് ചെയ്തു സംഭവിച്ചെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ബുധനാഴ്ച വൈകിട്ട് എൻ്റെ വളരെ കുറച്ച് പുട്ട് ഓപ്ഷൻ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പെർ ലോട്ടുമ്പോൾ 15,000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഒരു ലോട്ടുമേ. ആരാണ് ബുക്ക് ചെയ്യാത്തത്? ഈ പറഞ്ഞ ബിഗ് പ്ലേയേഴ്സ് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബുക്ക് ചെയ്യും. ഇതിൽ വളരെ കുറച്ച് ലോട്ടേ ഉണ്ടായുള്ളൂ. ഞാൻ ഓപ്പൺ ചെയ്ത് താഴത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ നല്ലൊരു പ്രോഫിറ്റ് വന്നപ്പോൾ ഒരു ലോട്ടുമ്പോൾ 15,000 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഡബിളാണ്. അത് ബുക്ക് ചെയ്തു. എൻ്റെ 25,000 പുട്ടാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ബുക്ക് ചെയ്തു. ദെൻ ഇതാണ് ഇന്നലെ സംഭവിച്ചത്. എല്ലാവർക്കും ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഹ്യൂജ് പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഈ പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കവറിങ് മന്ത്ലി എക്സ്പയറി കൂടിയായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വലിയ രീതിയിൽ റിക്കവർ ചെയ്തു. അവിടെ നിന്ന് നമ്മുടെ പ്രോപ്പ് അക്കൗണ്ടിലൊക്കെ ഒരു രക്ഷയില്ലാത്ത പ്രോഫിറ്റ് നമുക്ക് ആ ഒരു മൂവ്മെന്റിൽ കിട്ടി. ഞാൻ അതിന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ അത്ര ഉണ്ടായിരുന്നു. പ്രോപ്പിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 4.2 സംതിങ് എന്തോ പ്രോപ്പിൽ കിട്ടി. അതായത് ആ റിക്കവറി ട്രിഗറായി, ആ റിക്കവറി ട്രേഡ് ഫുള്ള് കിട്ടി. എനിക്ക് 3x എന്തോ ആണ് ആ ഒരു റിക്കവറിയിൽ കിട്ടിയത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ് ഡൗൺ സൈഡ് ഫാളും കിട്ടി എന്നുള്ളതാണ്. അത് വ്യാഴാഴ്ച ഡബിൾ ധമാക്ക ഓഫർ ആയിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം വിക്സ് 12 എത്തി. ചെറിയ രീതിയിലൊരു പക്ഷെ എനിക്ക് ആ വ്യാഴാഴ്ചത്തെ ഒരു മൂവ്മെന്റ് ട്രേഡ് ചെയ്യാൻ കിട്ടില്ല എന്ന് വെച്ചാൽ അത് വലിയ നഷ്ടമൊന്നുമല്ല. കാരണം അത് വളരെ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളെല്ലാം മാർക്കറ്റ് വിക്സ് കുറവാണ് ഇഷ്യൂ ഒക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ജെയിൻ സ്ട്രീറ്റിനെ പിടിച്ചതിന് ശേഷം ഉള്ള ജെയിൻ സ്ട്രീറ്റ് കൺട്രോളായിട്ട് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ സ്പൈക്കുകളില്ല. ഓപ്ഷൻ പ്രീമിയം ഭയങ്കര ലീനിയർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് സ്പൈക്ക് ചെയ്യില്ല. ഇപ്പോൾ നമ്മൾ 2 മാസം മുമ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന മൂവ്മെൻറ്റ് കിട്ടിയാൽ പോലും ഓപ്ഷൻ പ്രീമിയം ചിലപ്പോൾ സ്പൈക്ക് ചെയ്ത് നമുക്ക് പണി തരാറ്. ഇവിടെ സ്പൈക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പറഞ്ഞ ഓപ്ഷൻ സെല്ലേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആൽഗോ ട്രേഡേഴ്സൊക്കെ അപാര കോൺഫിഡൻസിലാണ്. ഇവർ കണ്ണും പൂട്ടിയാണ് മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് പ്രീമിയം ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രീമിയത്തിന് മാത്രമല്ല വോളിയംസ് ഭയങ്കര കുറവാണ്. എനിക്ക് തോന്നുന്നു വോളിയം ആയി തുടങ്ങി കുറച്ച് കയറി വരുന്നു. പക്ഷേ പ്രീമിയം ഭയങ്കര കുറവായതുകൊണ്ടെന്ന് ഗുണം എന്നറിയോ, ഓപ്ഷൻ ബൈ ചെയ്യാൻ ഇത്രയും നല്ല മാർക്കറ്റ് ഇനിയും ചിലപ്പോൾ ഉണ്ടാവില്ല. വ്യാഴാഴ്ച മൂവ് ചെയ്തിട്ടില്ലേ? എല്ലാ ദിവസവും മൂവ് ചെയ്യണ്ട. ഇന്ന് മൂവ് ചെയ്തില്ല, ഉച്ച മതി. ഫ്രൈഡേ താഴ്ത്തോട്ട്, വ്യാഴാഴ്ച മുകളിലോട്ടും കിട്ടി താഴ്ത്തോട്ടും കിട്ടി. ഇന്നലെ ശരിക്കും 3 ട്രേഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഡൗൺ സൈഡ്, അത് ചിലപ്പോൾ കിട്ടില്ലാന്നിരിക്കാം. അതിനുശേഷം റിക്കവറി ട്രേഡ്, അതിനുശേഷം ഫാൾ ട്രേഡ്. ഇന്ന് നോക്ക്, ഇന്നിങ്ങനെ തട്ടിമുട്ടി നിന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഡേലോ ബ്രേക്ക് ചെയ്തപ്പോഴാണ് 25,000 24,500 മാർക്കറ്റ് എത്തി എന്നാണ്
പറയണ്ടേ. ഇനിയും ഈ ലെവൽ ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള അടുത്ത ദിവസങ്ങളിൽ അത് എല്ലാവരും പറയുന്ന ഒരു മേജർ ലെവലാണ് 24,500. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു ഫാള് നമ്മൾ ചിലപ്പോൾ കാണാൻ. എനിക്ക് തോന്നുന്നു ടെക്നിക്കലി നോക്കുമ്പോൾ ആ സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിലും ഞാൻ ബീറിഷ് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ കമന്റ് ഉണ്ടായിരുന്നു, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഞാനത് കുറച്ച് വായിച്ചില്ല. ഞാനപ്പം വെറുതെ നമ്മളങ്ങനെ ഒരു രസകരമായിട്ടുള്ള കുറച്ച് കമൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും അത് അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അതായത് 4 ദിവസം ബിയറിഷ്നെസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വ്യൂ ബിയറിഷ് ആക്കും, പിന്നെ ബുള്ളിഷ് കണ്ടാൽ ഞാൻ എൻ്റെ വ്യൂ ബുള്ളിഷ് ആക്കും എന്നൊക്കെയാണ്. ഞാൻ എന്നാ ബിയറിഷ്നെസ് പറഞ്ഞത് നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല. ഞാൻ ഒറ്റ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. കഴിഞ്ഞ 4 പോഡ്കാസ്റ്റ്, അതായത് 25,500 മുതൽ നമ്മൾ കൃത്യമായിട്ട് പറയുകയാണ് അടുത്ത ലെവൽ 24,500 ഇനി ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാൾ താഴത്തുള്ള 22,000, 21,000, 18,000 വന്നേക്കാം. ഇറ്റ്സ് ക്ലിയർ. മാർക്കറ്റിൽ ഓവർ വാല്യൂഡ് ആണ്, ഇപ്പോഴും ഓവർ വാല്യൂഡ് ആണ്. Q1 റിസൾട്ടുകൾ മോശമാണ്. ട്രംപിൻ്റെ ഒരടി കിട്ടിക്കഴിഞ്ഞല്ലോ. ട്രംപ് 25% താരിഫ് ഇട്ടതിൽ മാത്രമല്ല പ്രശ്നം, ഇന്ത്യനെ വാൺ ചെയ്തു. മാത്രമല്ല റഷ്യക്ക് ഓയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു. നമ്മൾ ഇത്രയും ഫ്രണ്ടാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ത്യക്കെതിരെ ഇത്രയും വലിയ ത്രെഡ് പരസ്യമായിട്ട് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അമേരിക്കയായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം ഓൾമോസ്റ്റ് ഇല്ലാതായി എന്നുള്ളതാണ്. ഇന്ത്യക്ക് പല മേഖലകളിലും അമേരിക്കയായിട്ട് ഓക്കെ ആയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രീ ആക്കി കൊടുക്കാനായിട്ട് ഇന്ത്യക്ക് പറ്റില്ല. മിൽക്ക് പ്രൊഡക്ട്സിൽ പറ്റില്ല. കാരണം ഇൻ്റർനാഷണൽ ഡയറി ഫാമുകളുമായിട്ട് ഇന്ത്യക്ക് എങ്ങനെ മത്സരിക്കാൻ പറ്റും? നമുക്ക് നമ്മുടെ ഇവിടുത്തെ കർഷകരെ സപ്പോർട്ട് ചെയ്യേണ്ടേ, ഇവിടുത്തെ ചെറിയ ചെറിയ കമ്പനികളെ സപ്പോർട്ട് ചെയ്യേണ്ടേ. അപ്പോൾ UK ആയിട്ട് പോലും ട്രേഡ് ബില്ല് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഡയറി ഫാമുകളെ ഒഴിവാക്കി. ബാക്കി UK ഓപ്പൺ ആയി കൊടുത്തുള്ളൂ. ഇത് തന്നെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എല്ലാ ഇൻഡസ്ട്രീനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടുള്ള നമുക്ക് ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു ബില്ലിനും നമ്മൾ പോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അമേരിക്ക തരട്ടെ, റഷ്യ തരുന്ന പ്രൈസിന് നമുക്ക് അമേരിക്ക ക്രൂഡ് ഓയിൽ തരട്ടെ, നമുക്ക് മേടിക്കണതിനെന്താ. അല്ലാതെ അവർ ഞങ്ങൾ കൂട്ടി തരും, ഇതേ മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കട്ടായം കൊണ്ടൊന്നും ഇന്ത്യക്ക് വരണ്ട എന്നുള്ള ഗട്ട്സ് ഗവൺമെൻറ് കാണിക്കുകയാണെങ്കിൽ അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ കൈയടിക്കണം. മാത്രമല്ല മറ്റൊരു നന്ദി കൂടി എനിക്ക് ട്രംപിനോട് പറയാനുള്ളത്, നമ്മുടെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ള റഷ്യയായിട്ട് നമ്മൾ കൂടുതലടുക്കുകയും ഇന്ത്യയും ചൈനയും ഒരു ബൈ ബന്ധം വരികയും ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടറിയേണ്ടതായിരിക്കും. പക്ഷെ റഷ്യയായിട്ട് നമുക്ക് അല്ല, ഈ ചൈനയായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അടുത്തടുത്തിരിക്കുക, ഏഷ്യയിലെ 2 വൻ ശക്തികൾ ഒന്നിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എപ്പോഴും അമേരിക്കയായിട്ടൊരു നല്ല ബന്ധം കൊണ്ടുപോകുന്നത് തന്നെയല്ലേ ഇന്ത്യക്ക് നല്ലത്. എല്ലാ രാജ്യങ്ങൾക്കും അത് തന്നെയാണ് നല്ലത്. എന്നൊന്നും ഇല്ലാന്നേ. ഇന്ത്യയും ചൈന ഒന്നിച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം മാറിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യയും ചൈന ഒന്നിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാനുഫാക്ചറിങ്, ഏറ്റവും നല്ല കൺസ്യൂമർ ഇന്ത്യയും ചൈനയും മാത്രമായില്ലേ? ഇന്ത്യൻ എക്കണോമി വളരും, ഇന്ത്യ ചൈന ഒന്നിച്ച് വളരും. എന്താണ് അതിൻ്റെ അത് പ്രശ്നം? പിന്നെ നമ്മുടെ രാജ്യം വളരും ചൈനയായിട്ട് ഒന്നിച്ചാൽ. പക്ഷെ അവിടെ വിശ്വാസവഞ്ചന 2 രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ യൂറോപ്പാണ്. യൂറോപ്പ് ഇന്ത്യ ചൈന ഒന്നിച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ഒരുപക്ഷെ നമ്മുടെ കൂടെ നിൽക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്ക ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും ഇപ്പൊ ഓടി വന്ന് ട്രംപിന് തലയ്ക്ക് ഭ്രാന്തായിട്ടാണോ? അമേരിക്കയുടെ സ്ഥിതി വളരെ മോശമാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നീട് അവർ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അവരുടെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിർത്താനായിട്ട്, അവരുടെ ബിസിനസ്സുകൾ നന്നാക്കാനായിട്ട്, അവരുടെ രാജ്യത്തിനെ കടം വീട്ടാനായിട്ട് അവർക്കിത് സാധിക്കും. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളീ പറയുന്ന രീതിയിൽ ചൈനയ്ക്കും ഇതുപോലുള്ളൊരു വലിയ കടമുണ്ട്. ഈ 2ൽ നിന്നും ഇന്ത്യ കണ്ടു പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ പൊതുക്കടം കൺട്രോൾ ചെയ്ത് നിർത്തുകയും ഇന്ത്യ കൃത്യമായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇപ്പോഴുള്ള ഒരവസ്ഥയുണ്ട് കടത്തിൻ്റെ കേസിൽ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പോവാതിരിക്കും. നമ്മളതിനെ കണ്ടു പഠിക്കണം. എങ്ങനെ മണി മാനേജ് ഇങ്ങനെ ആവരുതെന്ന് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്വിങ്ങിനെ പറ്റിയ എൻട്രി അല്ലാന്നോ, അതുപോലെ തന്നെ സ്റ്റോക്കുകൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണം എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം. നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വീക്ക്ലി ചാർട്ട് ഇട്ടിരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയി 25,500 ആ റേഞ്ചിൽ നിന്ന് 1, 2, 3, 4, 5 5 വീക്സ് ആയിട്ട് മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ബീറിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 5 വീക്സ് ആയിട്ട് എല്ലാ വീക്കിലെയും ക്യാൻഡിൽ നല്ല ലോവർ ലോ റെഡ് ക്യാൻഡിൽസാണ്. സോ ഇൻഡിക്കേഷൻ ഈസ് വെരി സിമ്പിൾ. ഇനി ഇവിടെ സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാണ്. പലരും എവിടേക്കോ പറയുന്നത് കേട്ടു 25,500 താഴെ നമ്മുടെ മാർക്കറ്റ് പോവില്ല എന്നുള്ളത്. ട്രംപിൻ്റെ ഈ അനൗൺസ്മെൻറ്റ് ടെമ്പററിയാണ്. അതിന് ഡൗട്ടൊന്നുമില്ല. ഇനി ട്രംപ് ചർച്ച ചെയ്ത് എത്ര ശതമാനം കുറയ്ക്കും? ഏറ്റവും കൂടി കഴിഞ്ഞാൽ ഒരു 5% കൂടി കുറയ്ക്കായിരിക്കും. എന്നാൽ പോലും നമുക്കിത് തിരിച്ചടി തന്നെയാണ്. അല്ലെങ്കിൽ
നമ്മൾ ഫുൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കയ്ക്ക് അങ്ങോട്ട് തുറന്ന് മലത്തി കൊടുക്കണം. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ കാര്യം എങ്ങോട്ടാണ് പോവുക? സോ എല്ലാം ഭീഷണി തന്നെയാണ്. ഇന്ത്യ എങ്ങനെ ഇതിന് ഹാൻഡിൽ ചെയ്യും എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം. ഇതൊരു ഷോർട്ട് ടൈം ട്രെൻഡ് അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിൽ ഈ ഒരു ബിയറിഷ്നെസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോങ് ടൈമിൽ ഇന്ത്യനെ നമുക്ക് വിശ്വസിക്കാം, ഇന്ത്യ വിൽ ഗ്രോ. ഇനി അമേരിക്ക എന്നല്ല ആരെന്തൊക്കെ കാണിച്ചാൽ ഇന്ത്യ വിൽ ഗ്രോ എന്നുള്ളതാണ്. അതിനൊന്നൊരു ഡൗട്ടൊന്നുമില്ല. ഞാനീ സംസാരിക്കുന്ന ബിയറിഷ്നെസ് ഇനി ജീവിതകാലം മൊത്തം ഇന്ത്യൻ മാർക്കറ്റ് ബിയറിഷ് ആകുന്നൊന്നുമല്ല. നമ്മളൊരു റൈറ്റ് വാല്യുവേഷനിലോട്ട് വന്നേ പറ്റുള്ളൂ. കഴിഞ്ഞ 6 മാസം കൊണ്ട് DIS ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. 4 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ടും DIS പറയുകയാണ് അവരുടെ കയ്യിൽ 1.5 ലക്ഷം കോടി രൂപ ബാക്കിയിരിക്കുന്നുണ്ട്. ഇനി SIP ഒരു 25,000 കോടി രൂപയാണ് മന്ത്ലി SIP വരുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ ആവറേജ് ഒരു 20,000 കോടി രൂപയാണ് NFO വന്നിരിക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു മാസം ഏകദേശം ഒരു 50,000 കോടി രൂപയുടെ അടുത്തെങ്ങാണ്ടാണ് വരുന്നത്. ഈ ഫണ്ട് ഫുള്ള് നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കണക്കിനേക്കാൾ കൂടുതൽ പൈസ DIS ഇട്ടുണ്ടോ, ഇത് എവിടെ നിന്നാണ് ഇല്ലാത്ത പൈസ വന്നതെന്ന് എനിക്കറിയില്ല. എനിവേസ് അത്രയും ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നാളെ മറ്റന്നാളും നിൽക്കില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ മാർക്കറ്റ് ബുള്ളിഷ് തന്നെയായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ ചെറിയ ചെറിയ സമയങ്ങളിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഷോർട്ട് ടൈം ട്രേഡേഴ്സ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് തന്നെയാണ്. അപ്പോൾ ലോങ് ടൈം മാർക്കറ്റ് ഈസ് ബുള്ളിഷ്, അതിൻ്റെ അതൊരു ഡൗട്ടില്ല. പക്ഷേ DIS ഇത്രയും ഫണ്ട് പമ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വാല്യുവേഷൻ ഹൈ ആയിട്ട് നിൽക്കുകയാണ്. അത് വലിയ ഇഷ്യൂ ആണ്. പക്ഷെ അതൊരു കറക്ഷനിലേക്ക് കൊണ്ടുപോകാനായിട്ട് DIS സമ്മതിക്കുമോ? മീൻസ് ഇപ്പോൾ ഒരു പ്രോപ്പർ വാല്യുവേഷനിലേക്ക് അതാണ് വേണ്ടതെന്ന്. ലോവറിലേക്ക് DISനും റൈറ്റ് വാല്യുവേഷനിലോട്ട് വരികയാണെങ്കിൽ അവർക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാം. FISന് എന്താ വേണ്ടത്? റൈറ്റ് വാല്യുവേഷനാണ്. നല്ല ട്രേഡേഴ്സിനും നല്ല ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ മാർക്കറ്റ് റൈറ്റ് വാല്യുവേഷനിൽ വരണ്ടേ? ഇപ്പോൾ ലാസ്റ്റ് വീക്ക് FIDA ഡാറ്റ നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് സെല്ലാണ് ചെയ്തിരിക്കുന്നത്. സോ ഡോളർ മീൻസ് അമേരിക്കയിൽ വാല്യുവേഷൻ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. സോ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത് അല്ല, ഇപ്പോൾ അവർ റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി ഫണ്ട് ഫ്ലോ വരേണ്ടതാണ്. എന്നിട്ട് പോലും വരുന്നില്ല. വൈ? നമ്മളെക്കാൾ വാല്യുവേഷൻ കുറഞ്ഞ മറ്റ് രാജ്യങ്ങളിലൂടെ ഡെവലപ്പിംഗ് കൺട്രീസ് അവിടെ ഉണ്ട്. തായ്ലാൻഡ്, അതുപോലെ തന്നെ ബ്രസീലൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ സ്ഥലം മേടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക. നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് കുറച്ച് സ്ഥലം മേടിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ബ്രോക്കർ പറയണ വിലയ്ക്ക് വാങ്ങുമോ? ഇല്ല. നമ്മൾ വില പേശിയിട്ടും അവിടുത്തെ ഒരു ഏരിയയിലെ വില പ്രൈസ് നോക്കിയിട്ട് അതിനേക്കാൾ കുറവ് കിട്ടുമെങ്കിൽ നമ്മൾ മേടിക്കല്ലേ. അതായത് റൈറ്റ് വാല്യുവേഷനിൽ വരണം. സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ വാല്യുവേഷൻ നോക്കൂലേ? ഇത് പമ്പ് ചെയ്ത പ്രൈസ് ആണെന്നേ. 3 കൊല്ലം 4 കൊല്ലം കൂടുമ്പോൾ ഒരു കറക്ഷൻ വന്നുകൊണ്ട് ഒരു റൈറ്റ് വാല്യുവേഷനിൽ വരാറുണ്ട്. സോ ദർ ഇസ് എ പോസിബിലിറ്റി എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞാൽ ഈ ഒരു ബെയറിഷ്നെസ് ഒരു വലിയൊരു ക്രാഷിലേക്കുള്ളൊരു ബെയറിഷ്നെസ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു റൈറ്റ് വാല്യുവേഷൻ അതിന് മുന്നേ എത്തില്ല. എന്തായാലും കറക്റ്റ് ചെയ്തിട്ടേ വാല്യുവേഷൻ എത്തുള്ളൂ. ഇപ്പോൾ ഓൾ ടൈം ഹൈ എന്നൊരു 30% കറക്ഷൻ വരികയാണെന്ന് വിചാരിക്കും. അതൊരു നല്ല വാല്യുവേഷനാണ്. അത്രയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് വരുമോ എന്നുള്ള കേസിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. വന്നാൽ ലോട്ടറി എന്നാണ് ഞാൻ പറയുന്നത്. ചാകരയാണ് നമുക്ക് ഉപയോഗിക്കാം. ഒരു 21,000 22,000 ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഒരു 22,000 വന്നെങ്കിലും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യട്ടെ. അപ്പോൾ Q2 Q3 കൂടി ഒന്ന് നന്നാവുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വാല്യുവേഷൻ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ക്വിക്ക് മണി നമുക്ക് ആ ഒരു സമയത്ത്. അല്ലാതെ ഈ ടോപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ചിരി മുകളിൽ പോകുമ്പോഴേക്കും താഴത്തോട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യും. ലെവലിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്ന ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്തിരുന്നതിനെ കുറിച്ചുള്ള അയ്യോ ഞാൻ പറയുന്നത് അതിനുമേ നിങ്ങൾ സ്റ്റോക്ക് മേടിച്ചിട്ടോ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. കാരണം ഒരു ഷോർട്ട് കവറിങ്ങിനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് കവറിങ് നമ്മൾ കണ്ടു. പിന്നെ ഫണ്ട് പമ്പിങ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനെ നമുക്ക് ഈ കേസിൽ വിശ്വസിക്കാൻ പറ്റില്ല. അവിടുത്തെ ഒരു പോസിബിലിറ്റി ഞാൻ പറയാം. ഈ പോസിബിലിറ്റിയാണ്, ഇങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ട്രംപ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് വീണ ഇതിൻ്റെ നഷ്ടമാർക്കാം ഒന്നാലോചിച്ച് നോക്കിയേ. അതായത് ട്രംപ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് ഇന്ത്യനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഒരു വലിയ രീതിയിൽ ഒരു 5-6% വീണാൽ ഇതിൻ്റെ മാനക്കേട് ഇന്ത്യൻ ഗവൺമെന്റിനാണ്, BJPക്കാണ്. റൈറ്റ്? അപ്പോൾ അവരെന്ത് ചെയ്തേക്കാം? ഒരു പക്ഷേ പമ്പ് ചെയ്തേക്കാം. ആ ഒരു ഫണ്ട് പമ്പ് BJP പമ്പ് ചെയ്യുന്നല്ല ഉദ്ദേശിച്ചത്. ഗവൺമെന്റ് വിചാരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മുകളിൽ പോകില്ലേ, RBI വിചാരിച്ച് ഇന്ത്യൻ മാർക്കറ്റ് മുകളിൽ പോകുമല്ലോ. സോ അപ്പോൾ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഇത് ഒരാഴ്ചത്തേക്ക് മാർക്കറ്റ് ബുള്ളിഷായിട്ട് നിർത്തി
കണ്ടില്ലേ ട്രംപ് എന്ത് പറഞ്ഞാലും ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നു. മറ്റേ പണ്ട് നിർമ്മലാജിയുടെ പ്രസംഗം ഓർമ്മയുണ്ടോ? ഇന്ത്യൻ റീറ്റെയിലേഴ്സ് പവർ എന്നൊക്കെ പറഞ്ഞ് വന്ന അനൗൺസ്മെൻ്റ് ഒക്കെ ഓർമ്മയുണ്ടോ? FIS വിറ്റാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇതൊക്കെ ഒരു PR സ്റ്റണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു PR സ്റ്റണ്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതൊരു ഫിയർ നമുക്കുണ്ട്. ലാസ്റ്റ് വീക്ക് സുനിലെ പോഡ്കാസ്റ്റ് കണ്ട് പുട്ട് ബൈ ചെയ്തവർക്ക് ചാകരി. തിങ്കളാഴ്ച എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച കുറച്ച് ഫാൾ കിട്ടി, കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചൊവ്വ ബുധനും മാർക്കറ്റ് ചെയ്തു. പക്ഷെ മാർക്കറ്റ് വീക്ക് തീർന്നപ്പോൾ 24,500 എത്തിച്ചിട്ടുണ്ട്. അവസാന നിമിഷമാണെങ്കിലും പോയി എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിന്റെ ഓവറോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഒന്ന് നോക്കാനുള്ളത് NSDL IPO വരുന്നുണ്ട്. എനിക്കാണ് ഇന്നാണ് ലാസ്റ്റ്. ഇപ്പൊ NSDL IPO വരുന്നുണ്ട്. ഇനി NSE IPO ഇപ്പൊ തന്നെ വരും. NSE ലിസ്റ്റഡ് അല്ല, അപ്പൊ BSE. അപ്പൊ NSE IPO ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ ഗ്രേ മാർക്കറ്റിൽ ഭയങ്കര ഹൈ ഓവർ വാല്യൂഷനിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡറി മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വാങ്ങാം. ലിസ്റ്റ് ആവട്ടെ. ഇപ്പൊ NSE ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 2000 കണ്ടാണ് 2000-2200 ഗ്രേ മാർക്കറ്റ് പ്രീമിയം. അതൊരു 1500-1300 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല പ്രൈസ് ഉള്ളൂ. അല്ലാതെ ആരും പോയി വാങ്ങേണ്ട ആവശ്യമില്ല. CDSL എനിക്കത് വാല്യുവേഷൻ കൂടുതൽ, NSDL എനിക്ക് വാല്യുവേഷൻ കൂടുതലായിട്ട് തന്നെയാണ് തോന്നുന്നത്. സോ ഈ ബിയർ മാർക്കറ്റിൽ പോയിട്ട് IPO അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം IPO അപ്ലൈ ചെയ്തതിന് ശേഷം താഴത്ത് മേടിക്കാൻ കിട്ടേണ്ടതാണ്. ലെറ്റ്സ് സീ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞല്ലോ ഒരുപാട് ന്യൂ ആളുകൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ വന്നു കൊടുക്കുന്നുണ്ടല്ലോ, ബിഗിനേഴ്സ്. അതായത് ഒരു സൈക്കിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈക്കിളുകളൊക്കെ, അത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്താ അതിനെ പറയണ്ടതെന്ന് എനിക്കറിയില്ല. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഭയങ്കര അവർ വളരെ ഡെയിലി ഫോറക്സ് മാർക്കറ്റിലാണ്. അപ്പം ഇവരൊക്കെ പല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ എപ്പോഴും അവർ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, മാർക്കറ്റിലെ എല്ലാ സൈക്കിൾസും കണ്ടവർക്കാണ് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇതിൻ്റെ റൈറ്റ് അപ്രോച്ചിലല്ല പലരും മാർക്കറ്റിലോട്ട് പുതിയ ആളുകൾ തന്നെ. കാരണം എന്താണ് ഈ റൈറ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ കാശ് കളഞ്ഞ് പഠിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സിസ്റ്റമാറ്റിക് രീതിയിൽ പഠിക്കണം. ഡിസ്ക്രിഷണറി ട്രേഡ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു SMC മെത്തേഡ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി പഠിച്ച് ഇതൊന്നും കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആരും പ്രോഫിറ്റബിൾ ആവില്ല. വളരെ കുറച്ച് ലോ ക്വാണ്ടിറ്റിയിൽ കൃത്യമായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത്, ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത്, ട്രേഡിംഗ് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്ത്, പൊസിഷൻ സൈസ് ചെയ്ത്, റിസ്ക് റിവാർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക്കലി പഠിക്കണം. ഞാൻ കുളത്തിൽ പോയി നീന്തൽ പഠിച്ച ആളാണ്. ഞാൻ നീന്തുന്നത് എങ്ങനെയാണ്? നമ്മൾ നാട്ടിൻപുറത്ത് നീന്തണ മാതിരിയാണ് നീന്തുന്നത്. പക്ഷെ ഒരു പ്രൊഫഷണൽ നീന്തൽ താരം നീന്തുന്നത് അങ്ങനെയല്ലല്ലോ. അവർ കൃത്യമായിട്ട് ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് തല വെള്ളത്തിൽ മുക്കി വെച്ച് സൈഡിൽ കൂടെ മാത്രം വാട്ടർ എടുത്ത് അവരെ പ്രൊഫഷണലാണ് നീന്തുന്നത്. നമ്മൾക്ക് അങ്ങനെ നീന്താൻ അറിയില്ല. ഇതുപോലെ നീന്തും, പക്ഷെ പ്രൊഫഷണലല്ല നീന്തുന്നത്. ഇപ്പം ഞാൻ ക്രിക്കറ്റ് കളിക്കും, സഞ്ജു സാംസൺ ക്രിക്കറ്റ് കളിക്കില്ലേ എന്ന് വെച്ചാൽ ഞാൻ സഞ്ജു സാംസൺ അല്ലല്ലോ. അപ്പോൾ അവർ പ്രൊഫഷണലാണ്. അപ്പോൾ ട്രേഡിങ്ങിൽ പ്രൊഫഷണലായിട്ട് ഇതിനെ റീച്ച് ചെയ്യുക, അങ്ങനെ മാത്രം ട്രേഡിങ്ങിനെ കൊണ്ടുപോകുക. ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കാം. ആ രീതിയിൽ പഠിക്കണമെങ്കിൽ ഒത്തിരി ഇപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ട്രേഡ് ടോക്സിൻ്റെ ക്ലാസ്സസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ എല്ലാ സിലബസിലും കവർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സയൻറ്റിഫിക് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് മാത്രമാണ്. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും. പക്ഷെ തുടക്കം ഇത് ഭയങ്കര ബോറിംഗ് ആണ്. പല ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് വന്ന് കാശുണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് പല ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റബിൾ അല്ല. എന്നാലും ഇത് ഈ കൂടെ പോയാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി റൈറ്റ് മെത്തേഡിലോട്ട് അവരെ കൊണ്ടുപോകാനാണ് നമ്മളെപ്പോഴും ശ്രമിക്കാറുള്ളത്. എല്ലാവരും അത് തന്നെയാണ് ട്രൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചാലും ഇനി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ ഗ്രാജ്വലി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കും. ഇതൊരു മാക്സ് ആണെന്ന് മനസ്സിലാക്കും. ഈ മാക്സ് ക്ലിക്കായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്തു അല്ലേ. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് വളരെ ലോയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് എന്തായിരിക്കും അറിയില്ല. നമ്മൾ ഇപ്പൊ നമ്മളൊരു പോഡ്കാസ്റ്റ് അതെ നമ്മളൊരു പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് നാളെ തന്നെ വരും, അല്ലെങ്കിൽ നാളെ 9 തുറക്കുമ്പോൾ തന്നെ ബെയറിഷ് ആവും. അങ്ങനെയല്ല നമ്മൾ പറയുന്നത് ഓവറോൾ വ്യൂ ആണ്. ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ആണ്. ഇപ്പോൾ ഒരു സ്വിംഗ് ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ എന്താണ്, കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും ഇൻട്രാഡേ വ്യൂ പറയാതെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ വ്യൂ പറയുന്നതിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ്.
ഇപ്പോൾ മാർക്കറ്റ് ബിയറിഷ് ആയ ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ച ഞാൻ ബുള്ളിഷ് ട്രേഡ് എടുത്തു. അപ്പോൾ സുനിൽ ബിയറിഷ് അല്ലേ, സുനിൽ എന്തിനാണ് വ്യാഴാഴ്ച ബുള്ളിഷ് ട്രേഡ് എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോ വിത്ത് യുവർ ട്രെൻഡ് എന്നാണ് എനിക്ക് പറയുന്നത്, ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ. പക്ഷെ അല്ലാതെ ഒരു ഷോർട്ട് ടൈം, കാരണം ഒരുപാട് പേര് നമ്മുടെ ഞാൻ ബിയറിഷ് വ്യൂ ആണ്. എൻ്റെ 90-80% പോർട്ട്ഫോളിയോ ഞാൻ ബുക്ക് ചെയ്ത് ക്യാഷ് ആയിട്ട് ഇരിക്കുകയാണ്, ഡെറ്റ് ഫണ്ടിൽ ഇട്ടിരിക്കുകയാണ്. എന്തിനാണ്? വാല്യുവേഷൻ റൈറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതാണ് എൻ്റെ പൊസിഷൻ. ഇൻട്രാഡേയിൽ ഇപ്പോൾ വ്യാഴാഴ്ച ഞാൻ ബുള്ളിഷ് എടുത്തു, ഇന്ന് ഞാൻ ബിയറിഷ് ട്രേഡ് എടുത്തു, തിങ്കളാഴ്ച ചെറിയ ബിയറിഷ് ട്രേഡ് എടുത്തു, ചൊവ്വാഴ്ച ഞാൻ ചെറിയ ബുള്ളിഷ് ട്രേഡ് എടുത്തു. ഇതെന്നെ ഇൻട്രാഡേ വ്യൂസ് ആണ്. അത് ആ സമയത്ത് തെറ്റിദ്ധരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവര് ഇപ്പോൾ ഒരാൾ നമ്മൾ പോഡ്കാസ്റ്റ് കാണുമ്പോൾ അവർ ചെയ്യുന്ന ട്രേഡ് റിലേറ്റ് ചെയ്തായിരിക്കും നമ്മൾ പോഡ്കാസ്റ്റിനെ അവർ റിലേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിനാണെങ്കിൽ അവർക്ക് പക്കയായിട്ട് മനസ്സിലാവും. പക്ഷേ ഒരു ഇൻട്രാ ട്രേഡർ ആണെങ്കിൽ എന്താ വിചാരിക്കുക, നാളെ മാർക്കറ്റ് പോട്ടു, അങ്ങനത്തെ ഒരു വ്യൂ ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുക വ്യൂവേഴ്സ് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കുറച്ച് മനസ്സിലായി 24,500 ഇനി 24,500 ബ്രേക്ക് ചെയ്യില്ലോ എന്നുള്ള അടുത്ത ദിവസങ്ങളിൽ ഒരു വർഷം ബൗൺസ് ചെയ്തിട്ടായിരിക്കാം ബ്രേക്ക് ചെയ്യാം. അടുത്ത വെള്ളിയാഴ്ച കൊണ്ടത് വീണ്ടും ബ്രേക്ക് ചെയ്ത്. തീർച്ചയായിട്ടും. അതായത് ഞാൻ ഈ പോഡ്കാസ്റ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ ടെലഗ്രാമിൽ ഒരാൾ വളരെ നല്ല രീതിയിൽ ഒരു വ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വ്യാഴാഴ്ചത്തെ ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നില്ലേ, കറക്റ്റ് 24,500 വെള്ളിയാഴ്ച കൊണ്ട് എത്തിച്ചില്ലേ, ഇനി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഡൗട്ട്. അപ്പോൾ അതെന്തെങ്കിലും കണ്ടന്റ് അറിയണം. 24,500 സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഈ ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിൽ ഫർദർ ഫാൾ മുളയ്ക്കും. ഈ ലെവലിൽ സപ്പോർട്ട് എടുത്താലും ജസ്റ്റ് ഒരു ക്വിക്ക് അപ്സൈഡ് ആൻഡ് ദെൻ ഡൗൺ സൈഡ് വരാനുള്ള ചാൻസ്. നമ്മൾ മാർക്കറ്റിനെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഫണ്ടമെന്റലി ആയിട്ട് പഠിക്കണം, ടെക്നിക്കലി ആയിട്ട് പഠിക്കണം, സെന്റിമെന്റൽ അനാലിസിസ് ആയിട്ട് പഠിക്കണം. അങ്ങനെ 3 രീതി കൂടി മാർക്കറ്റിൽ. അതിൽ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഈ 1% ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ കമ്മിറ്റിയുള്ള എല്ലാവരും പറഞ്ഞു ഇനി പൊട്ടാൻ പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു അല്ല, ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് ബുള്ളിഷ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് പോകാനുള്ള ചാൻസസ് വെരി ഹൈ എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അൺഎക്സ്പെക്ടഡ്. അതായത് ഞാനൊരു ലെവലിൽ ഒരു ഇൻവെർട്ടർ ട്രേഡ് കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അതെ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഇൻവെർട്ടർ ഹാമറൊക്കെ വന്നപ്പോൾ നമ്മൾ സെൽ ഓൺ റൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാമല്ലോ, പുട്ട് ഓപ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ നിന്ന് വളരെ മിറാക്കിളായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയെന്നുള്ളത്. അത് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ടാണ് ആ റിക്കവറി. എനിക്ക് തോന്നുന്നു ബാങ്ക് നിഫ്റ്റി ഒക്കെയാണ് ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചാർട്ട്. ഒരു രക്ഷയില്ലാത്ത ചാർട്ട് പാറ്റേണിലാണ് ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഫോളോ ചെയ്തോ, അടുത്ത ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫിൻ നിഫ്റ്റിയിലും തകർപ്പൻ ട്രേഡ്സ് കിട്ടുമെന്നാണ് എൻ്റെ ആ ചാർട്ട് നോക്കി നിങ്ങൾ ഒരു ജസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങോട്ടേക്കാണ്. അത്ര അടിപൊളി പാറ്റേണിലൊക്കെയാണ് വന്ന്. അപ്പോൾ എന്തായാലും ഈ വീക്ക് എല്ലാവർക്കും, ചിലർക്ക് മോശം വീക്കായിരിക്കും, ചിലർക്ക് നല്ല വീക്കായിരിക്കും. എല്ലാവരും കമന്റ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്യൂ. ഈ കഴിഞ്ഞ വീക്ക് എങ്ങനെയുണ്ടായിരുന്നു, കഴിഞ്ഞ വ്യാഴാഴ്ച എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ഓവറോൾ വ്യൂവിൽ എന്തെങ്കിലും മാറ്റം വന്നോ, ബീറിഷായോ ബുള്ളിഷായോ ഒന്ന് കൃത്യമായിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ബീറിഷായിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് അടുത്ത ആഴ്ച ബുള്ളിഷായിരിക്കും നമുക്ക് നോക്കാം. അടുപ്പിച്ച് 5 ആഴ്ച കഴിഞ്ഞില്ലേ, 6ാമത്തെ ആഴ്ച ഇനി ബീറിഷായിരിക്കുമോ, ലെറ്റ്സ് സീ. അതെ, പുതിയ മാസമൊക്കെ തുറന്നിരിക്കുകയാണ്, ഓഗസ്റ്റിലേക്ക് നമ്മൾ കടന്നു അല്ലേ. അതിൻ്റെയൊക്കെ ഒരു ഓണത്തിൻ്റെ ഒക്കെ ഒരു പോസിറ്റിവിറ്റി മാർക്കിൽ വരട്ടെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.